ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വന്യ കോറഫീസ്കോപ്പ അച്ഛന്മാരെയും വന്യ റംബാച്ചന്മാരെയും ഏറ്റവും സ്നേഹാദരവുള്ള വൈദിക സഹോദരങ്ങളെയും വാത്സല്യമുള്ള ശമാശന്മാരെയും കർത്താവിൽ സ്നേഹവും വാത്സല്യമുള്ളവരെയും ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മലങ്ക സഭയുടെ പ്രത്യേകിച്ച് തൂവൻ മെത്രാസനത്തിൻ്റെ മഹത്വവും കിരീടവും എന്ന നിലയിൽ മൈലപ്പുറ വലിയ പള്ളി പരിശുദ്ധ സഭയിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കപ്പെടുന്ന ദേവാലയങ്ങളിൽ ഒന്നാണ്. ഈ പെരുന്നാൾ ശുശ്രൂഷകളിൽ ഇന്നലെയും ഇന്നുമായിട്ട് വന്ന് പങ്കെടുക്കുവാൻ, നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളുടെ ആനന്ദത്തിൽ പങ്കെടുക്കുവാൻ അനുവദിച്ച ദൈവസ്നേഹത്തെയും ദൈവകൃപയും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ മേൽപ്പട്ടക്കാരനായി ആദ്യമായി ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നിന്നപ്പോൾ എൻ്റെ സഹപാഠികളുടെയായ റോയി തോമസ് അച്ഛനായിരുന്നു ഇവിടെ വികാരി. അന്ന് ഈ ഇടവകയിൽ നിന്ന് എൻ്റെ പക്കൽ ഒരു കൊച്ചനെ ഏൽപ്പിച്ചു, അലക്സ് ജോസ് മാത്യു. വൈദിക സെമിനാരി വിദ്യാർത്ഥിയാകുവാൻ ഇവൻ സർവ്വതാ യോഗ്യനാണ്, ഇവനെ തിരുവേനി കൊണ്ടുപോകണം. ആദ്യമായി ഇടവകയിൽ വന്നപ്പോൾ അങ്ങനെ ഈ ഇടവകയിൽ നിന്നൊരു സന്താനത്തെ എനിക്ക് തന്നു. സഹജമായ നൈർമല്യത്തോടുകൂടി നല്ല വിദ്യാർത്ഥിയായിട്ട് അവൻ ജീവിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അതിൻ്റെ ശ്രേഷ്ഠത ഈ ഇടവക തന്നെയാണ്, ഈ ഇടവകയുടെ പരിശീലനമാണ്. കൂടാതെ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്ന ജിത്തു ഈ ഇടവകയിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥി കൂടിയാണ്. അനേക വൈദികരെ, വളരെ ശ്രദ്ധേയരായ അനേക വൈദികരെ ജന്മം കൊടുക്കുവാനായിട്ട് സാധിച്ച വലിയ പള്ളി തന്നെയാണിത്. വലിയ പള്ളിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഈ വന്യവൈദികരെല്ലാം തന്നെ ഈ പെരുന്നാൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. വാത്സല്യമുള്ളവരെ, ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവൻഗേലിയോൻ, ശുദ്ധമുള്ള മർക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷത്തിലെ 2 ഭാഗങ്ങളാണ്. അതിലാദ്യത്തേത് 8-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും, രണ്ടാമത്തേത് 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇതിലാദ്യ ഭാഗത്ത്, അതായത് 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, പ്രഥമ വായനയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. എ ടെക്സ്റ്റ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അതിൻ്റെ കാരണം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നെ അനുഗമിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം ത്യജിച്ച് കുരിശെടുത്ത്, നിങ്ങളുടെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. ഞാനിവിടുത്തെ ഗായക സംഘക്കാരോട് ചോദിക്കുക, നിങ്ങൾ ആരെങ്കിലും ഒരുക്കുവാണോ നിങ്ങളുടെ കുരിശെടുത്ത് കർത്താവിൻ്റെ പുറകെ പോകാനായിട്ട്? സത്യമായിട്ട് നിങ്ങൾ ഈ പാടുന്നത് എന്തിനാ? എൻ്റെ കർത്താവെ, ഈ കുരിശ് വല്ല ചാതി നീങ്ങിത്തരണേ. രോഗമുണ്ടെങ്കിൽ ആ കുരിശ്, ദുഃഖമുണ്ടെങ്കിൽ ആ കുരിശ്, വേദനയുണ്ടെങ്കിൽ ആ കുരിശ്, നിന്ദയുണ്ടെങ്കിൽ ആ കുരിശ്, അസമാധാനമുണ്ടെങ്കിൽ ആ കുരിശ്. ഇങ്ങനെ എന്തെല്ലാം കുരിശും വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ കുരിശെല്ലാം നീക്കിക്കെട്ടാനാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്. പക്ഷേ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ പിറകെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വയം ത്യജിക്കണം, പക്ഷെ കുരിശ് ത്യജിക്കാനൊക്കെയില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ശിഷ്യത്വത്തിന് കുരിശ് കൂടാതെയുള്ള ഒരു ജീവിത ശൈലി ഇല്ല. അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ദ റൈറ്റ് വെപ്പൺ ടു ഫോളോ ജീസസ് ആൻഡ് ടു ഫൈറ്റ് ഫോർ ജീസസ് ആൻഡ് ദാറ്റ് ഈസ് ക്രോസ്. കുരിശ് കൂടാതെ ആർക്കും കർത്താവിനെ അനുഗമിക്കാൻ ഒക്കെയില്ല. സത്യമായും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും തിരിച്ചു പറയുമോ, എൻ്റെ തിരുമേനി, എൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്? 99.9 ഞാൻ ഉൾപ്പെടെ പറയുന്നത് എന്താ? ഈ കുരിശൊന്ന് നീക്കി കിട്ടണം. അതിന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതിന് ഗീവർഗീസാദായിക്ക് എത്ര നേർച്ച കൊടുക്കണേലും തയ്യാറാണ്. കുരിശ് നീക്കി കിട്ടണം മക്കളെ, കുരിശ് നീങ്ങി പോവുകയില്ല. കർത്താവ് പറയുന്നത് സ്വയം ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം എന്നാണ്. തന്നെയല്ല, അടുത്ത 2 വാക്യങ്ങളാണ് ഇതിലും വലിയ വൈരുദ്ധ്യമാണ്.
നിങ്ങൾ ജീവനെ നേടാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ അതിനെ കളഞ്ഞു കുളിക്കും. നിങ്ങളുടെ ജീവനെ നഷ്ടമാക്കിയാൽ, ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ജീവനെ നഷ്ടമാക്കിയാൽ അതിനെ നേടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ ഒരു കോൺട്രഡിക്ടറി ആണ്, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ കർത്താവ് നൽകുന്ന സന്ദേശം? ഈ വാക്യങ്ങളിൽ നിന്ന് 2 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലാദ്യത്തെ ചിന്ത, അതായത് ത്യജിക്കുക എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ? ഈ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത് അല്ലേ? ശബ്ദധാരാവിൽ നോക്കിയാൽ എഴുതിയിരിക്കുന്നത് ത്യജിക്കുക, ഉപേക്ഷിക്കുക. പക്ഷേ അതല്ല. അതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു ഉപനിഷത്തിലെ ഒരു സൂക്തം കൊണ്ടുവരികയാണ്. ഉപനിഷത്തുകളെന്ന് പറഞ്ഞാൽ ഭാരതീയ ആത്മീയതയുടെ അമൂല്യ ശേഖരങ്ങളാണ്, കൊച്ചു കൊച്ചു ഗ്രന്ഥങ്ങളാണ്. സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ധാരാളം തർജ്ജമകൾ ഇന്ന് കിട്ടും. അതിലാദ്യത്തേത് എന്ന് കണക്കാക്കുന്ന ഏറ്റവും ചെറിയ ഒരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഈ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആദ്യത്തെ സൂക്തം ഞാനൊന്ന് 2 വരി പാടാം. ഇവിടെ ഇരിക്കുന്നതിൽ 99% സംസ്കൃതം അറിയത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അഥവാ എൻ്റെ ഇത് ഞാൻ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളാരും അത്ര വേഗത്തിൽ കണ്ടുപിടിക്കുകയില്ല. പക്ഷെ തെറ്റാതെ ഞാൻ പറയാം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ ഘൃത കസ്യ സിധ്വനം. ഞാനിത് വെറുതെ കാണാപ്പാടം പഠിച്ചതല്ല. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻസ് ലെവലിൽ സംസ്കൃതം പഠിക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഇത് ചൊല്ലി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ആശയം വളരെ ഗാംഭീര്യം നിറഞ്ഞതാണ്. ഈശാവാസ്യം എഴുതിയ ആ ഗുരു, ആ വിശുദ്ധനായ മഹർഷി പറയുകയാണ്, ഈശാവാസ്യം ഇതം സർവം, ഇവിടെയുള്ള സകലവും സർവവും, ഇതത്തിലുള്ള സർവവും ഈശാവാസ്യം. 2-3 അർത്ഥങ്ങൾ ഭാഷ്യാകാരന്മാർ നൽകിയിട്ടുണ്ട്. ചിലർ പറയുന്നു ഈശൻ വസിക്കുന്നതാണ് ഇവിടെയുള്ള സകലവും. ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈശനാൽ നിർമ്മിതമാണ് ഇവിടെയുള്ള സകലതും. വേറെ ഒരു കൂട്ടർ പറയുന്നുണ്ട് ഈശ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഉള്ളതാണ് ഇവിടെയുള്ള സകലതിലും. നമുക്ക് ക്രിസ്തീയ ചിന്തയോട് ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണ്? കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ്, ഈശാവാസ്യമിതം സർവം. ഇവിടെയുള്ളതെല്ലാം ഈശൻ്റേതാണ്, ദൈവത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 5 അടി ഒരു 5 ഇഞ്ച് കഷ്ടിയുള്ള ഞാൻ ആരുടേതാ? ഞാൻ ദൈവത്തിൻ്റെതാണ്. നമ്മൾ ഓരോരുത്തരും ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ ആരുടേതാണ്? അത് ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ ധനം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ തോട്ടം, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കഷ്ടത, നിങ്ങളുടെ വേദന, നിങ്ങളുടെ കുരിശുകൾ, ഇതൊക്കെ ആരുടെയാണ്? ഇതൊന്നും നമ്മുടേതല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ. ഈശാവാസ്യം ഇതം സർവം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. തേന തെക്തേന ഭുഞ്ജീത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നീ ത്യജിച്ച് ഭുജിക്കുക. ത്യജിച്ച് ഭുജിക്കുക. എൻ്റേതാണ് എന്ന ധാരണയോടെ ഒന്നും ഭുജിക്കരുത്, ഒന്നും ഭക്ഷിക്കരുത്. ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. അവൻ ഭക്ഷിക്കുവാൻ തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നു. അപ്പോൾ ത്യജിക്കുക എന്ന പദത്തിൻ്റെ, ക്രിയാപദത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന അർത്ഥം എന്താണ്? വെറുതെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. എന്തുകൊണ്ട് ഉപേക്ഷിക്കണം? ഉപേക്ഷിക്കേണ്ടതിൻ്റെ കാരണം ഇത് ദൈവത്തിൻ്റെതാണ്. ഈശാവാസ്യം ഇതം സർവം, ഇത് സകലതും ദൈവത്തിൻ്റെതാണ്. സകലതും ദൈവത്തിൻ്റെതാണെങ്കിൽ എനിക്കവൻ തന്നിരിക്കുന്ന എൻ്റെ ആയുസ് എൻ്റേതെന്ന് പറഞ്ഞെനിക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? ഒക്കെയില്ല. എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന നൊമ്പരങ്ങൾ, എനിക്ക് തന്നിരിക്കുന്ന വേദനകൾ, എന്തിന്? എൻ്റെ ജീവൻ
അതെൻ്റെ കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ഇത് ത്യജിച്ച് ഭുജിക്കാനേ എനിക്ക് അനുവാദമുള്ളൂ. ഈ സുവിശേഷ വാക്യത്തിനും ഉപനിഷത്തിലെ ഈ വാക്യങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് ഇന്ന്. കാരണം ലോകത്തിൻ്റെ സൃഷ്ടി തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടം നോക്കിയാൽ മനുഷ്യൻ ഇത്രയും സ്വാർത്ഥനായ വേറെ ഒരു കാലഘട്ടം കാണുകയില്ല. ഇത്ര സ്വാർത്ഥത മനുഷ്യനെ ഭരിക്കുന്ന ഒരു കാലഘട്ടം ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? ഇന്നത്തെ ആത്മീയതയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ജീവിത ശൈലിക്ക് ഒരു പ്രത്യേക മൂല്യ വ്യവസ്ഥിതിയാണ് ഉള്ളത്. ആ മൂല്യ വ്യവസ്ഥിതി 2-3 ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നോട്ട് സെൽഫ് നെഗേഷൻ, നോട്ട് സെൽഫ് ഡിനയൽ, മറിച്ച് സെൽഫ് അഫർമേഷൻ. ഒന്നും ഒഴിവാക്കുകയല്ല, എങ്ങനെയും എല്ലാം എൻ്റെ പോക്കറ്റിൽ എനിക്കാക്കാം. ഇത് ഇന്നത്തെ മൂല്യ വ്യവസ്ഥിതികളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഇന്നത്തെ മൂല്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തേത് കോമൺ വെൽത്ത്, പൊതു സമ്പത്ത് എന്ന ധാരണയിൽ നിന്ന് ഇൻഡിവിജ്വലിസം വളരെ കൂടിയിരിക്കുകയാണ്. വ്യക്തി കേന്ദ്രീകൃതമാണ് ഇന്നത്തെ നമ്മുടെ ധാരണകളെല്ലാം. അത് രാഷ്ട്രീയമാണെങ്കിലും കൊള്ളാം, ആത്മീയതയാണെങ്കിലും കൊള്ളാം, സാംസ്കാരിക മേഖലയാണെങ്കിലും കൊള്ളാം, എല്ലായിടത്തും കോമൺ വെൽത്ത് അല്ലെങ്കിൽ പൊതു സമൂഹം, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, സംഘം എന്ന ധാരണയ്ക്ക് അർത്ഥമില്ലാതാവുകയും വ്യക്തി കേന്ദ്രീകൃത ഇൻഡിവിജ്വലൈസ്ഡ് ലൈഫ് സ്റ്റൈൽ, ഇൻഡിവിജ്വലിസം വളരെ കൂടുകയും ചെയ്തിരിക്കുകയാണ്. ഇതല്ലേ സത്യം? ഇതാണ് ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ മറ്റൊരു മൂല്യം എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം പ്ലഷർ, അങ്ങേയറ്റത്തെ സന്തോഷം, ഏറ്റവും കുറച്ച് സഫറിങ്. മാക്സിമം ഹാപ്പിനെസ് ആൻഡ് ലെസ് സഫറിങ്. എങ്ങനെ എനിക്ക് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേരാം, കഷ്ടപ്പെടാൻ എനിക്ക് ഒട്ടും വയ്യ. ഇതല്ലേ ഇന്നത്തെ മൂല്യങ്ങളിലൊന്ന്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ്, ഏറ്റവും കൂടുതൽ ആദായം കിട്ടണം, പ്രോഫിറ്റ് കിട്ടണം, നമുക്ക് നഷ്ടം വളരെ കുറവായിരിക്കണം. ഇതാണ് ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ യഥാർത്ഥ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ വ്യക്തിഗത ജീവിത സമീപനങ്ങൾ വളരെ കൂടുകയാണ്. വ്യക്തിയാണ് വളരെയേറെ പ്രാധാന്യമുള്ള ആളായിട്ട് കാണുന്നത്. പക്ഷേ ഓർക്കണം, അതല്ലായിരുന്നു ക്രൈസ്തവ ചിന്തയുടെ ആണിക്കല്ല്. അതായിരുന്നില്ല ഭാരതീയ ആത്മീയതയുടെ ആണിക്കല്ല്. ക്രിസ്തുവേശുവിന് മുമ്പ് ഏതാണ്ട് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ ഉടലെടുത്ത ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ശരണങ്ങളിൽ ഒന്ന് എന്താണ്? സംഘം ശരണം ഗച്ഛാമി. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സംഘം ശരണം ഗച്ഛാമി. അർത്ഥം ഇത്രയേ ഉള്ളൂ: ഐ ടേക്ക് റെഫ്യൂജ് ഇൻ കമ്മ്യൂണിറ്റി. ഞാൻ എൻ്റെ സംഘത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ആശ്രയിക്കുന്നു. ഇത് തന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നത്? വിശ്വസിച്ച ആളുകൾ ദിനം പ്രതി സഭയോട് ചേർന്നിരുന്നു. എന്താ സഭ? നമ്മൾ കെന്താ നമസ്കാരത്തിന്റെ രാത്രി പ്രാർത്ഥനയുടെ 1-ാം കോലോയിൽ ചൊല്ലുന്നുണ്ട്: കർത്താവനോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയിൽ പോകട്ടെ, ഇതാ താനതിൽ മേവിടുന്നു. കർത്താവ് വസിക്കുന്നത് സഭയിലാണ്. ചർച്ച് ഈസ് ദ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്ഫുൾ, അല്ലെങ്കിൽ ചർച്ച് ഈസ് ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. യഥാർത്ഥത്തിൽ വിശ്വാസ സംഘത്തിന്റെ പേരാണ് സഭ. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും മെത്രാസനത്തിന്റെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കൊന്നും ചെയ്തത് കേട്ടോ. ഞാനൊരു പുതിയ മെത്രാസനത്തിന്റെ ചുമതലക്കാരനാണ്. മെത്രാസന വികസനത്തിന് വേണ്ടി പലരോടും വല്ലതും ഒക്കെ കൈനീട്ടുമ്പോൾ ചോദിക്കുമ്പോൾ ഇത് മെത്രാപോലിത്തായിരിക്കും മെത്രാസനത്തുണ്ടോ, എനിക്കെന്താ നേട്ടം?
ഈ ഒരു ആറ്റിറ്റ്യൂഡല്ലേ നമ്മിൽ അനേക ആളുകൾക്കുള്ളത്. എനിക്കെന്താ നേട്ടം? പക്ഷേ my existence itself is related to the entity of a great reality, that is the church. സഭ എന്ന വലിയ യാഥാർത്ഥ്യത്തോട് ചേർന്ന് ഒരു വിശ്വാസിക്ക് ജീവിക്കാനായിട്ട് ഒക്കെയുള്ളൂ. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ്, ഇതാണ് നമ്മുടെ എല്ലാം ഇന്നത്തെ മൂല്യബോധം. എങ്ങനെ എനിക്ക് കൂടുതൽ ആദായം കൈവരിക്കാൻ സാധിക്കും? അവിടെയാണ് ഈ ടെക്സ്റ്റിന്റെ, ഈ വേദവാക്യത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം. സ്വയം ത്യജിക്കണം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, വീട് വേണ്ട, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, സ്വത്ത് വേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് ഹൈന്ദവ ചിന്ത അല്ലെങ്കിൽ ഭാരതീയ ചിന്ത വീണ്ടും ഞാൻ കടമെടുക്കുകയാണെങ്കിൽ അനാസക്തിയോടെ ഭുജിക്കുക എന്ന് പറയും. എല്ലാം മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? ഇല്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരിക, ഭയങ്കര വിശന്നാണ് വരുന്നത്. അന്നേരം ആനയെ കിട്ടിയാലും വിഴുങ്ങാവുന്ന പരുവമാണ് നിങ്ങൾക്ക്. അപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോഴും അമ്മയാണെങ്കിൽ നല്ല ഒന്നാന്തരം എനിക്കിഷ്ടമുള്ളൊരു സാധനം കുമ്പളപ്പം. അപ്പോൾ ഒന്നാന്തരം കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചേക്കുക എന്നങ്ങ് കരുതുക. എങ്ങനെയായിരിക്കും നിങ്ങൾ കഴിക്കുക? വലിച്ചു വാരി ആർത്തിയോടെ തിന്നും, അല്ലേ? ഇതാണ് ആസക്തിയോടെ ഭക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ അമ്മ അടിക്കത്തില്ലേ, ഇടി വന്നു വല്ലതും കഴിക്കടി, ഇങ്ങോട്ട് വന്നേ, അമ്മ ഇച്ചിരി കഴിയൂടെ ഇച്ചിരിയൂടെ കഴിയട്ടെ, എനിക്ക് വേണ്ട. അതെന്താ? അനാസക്തിയോടെയുള്ള ഭക്ഷണമാണ്. ഒരു ഉദാഹരണമാകട്ടോ, ഇതിൻ്റെ ഫിലോസഫി ഒന്നും എടുത്തേക്കരുത്. അപ്പോൾ സർവശക്തൻ നൽകിയിരിക്കുന്ന ദാനങ്ങളെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണാം. ഒന്ന് ആസക്തിയുടെ കണ്ണുകൾ, രണ്ട് അനാസക്തിയുടെ കണ്ണുകൾ. ഡിറ്റാച്ച്മെന്റ് ആൻഡ് അറ്റാച്ച്മെന്റ്. ഈ അനാസക്തിയുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവനെ കൊണ്ടേ കുരിശെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം എന്താണ്? എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും എൻ്റെ താലന്തുകളും എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവജനവും ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. എല്ലാം അവൻ്റേതാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആസക്തിയോടെ ഭുജിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ആ മഹർഷി പാടിയത് തേന തെക്തേന ഭുഞ്ചീത, ത്യജിച്ച് ഭുജിക്കുവാനായിട്ട് പഠിക്കുക. കർത്താവ് അല്പം കൂടെ ലാളിത്യത്തോടെ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം ത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. സഹോദരങ്ങളെ ഓർക്കണം, യേശു ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ് കാൽവറിയിലെ ക്രൂശ്. ക്രൂശാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പെരുന്നാളുകളുടെയും ഒടുവിൽ സ്ലീബ ആഘോഷമുണ്ട്. എൽദോ പെരുന്നാളാണെങ്കിലും, ഉഷാനയാണെങ്കിലും, പാതുനോമ്പാണെങ്കിലും, ദുഃഖവെള്ളിയാണെങ്കിലും, ഈസ്റ്റർ ആണെങ്കിലും ഹൗദുമാലാഖേ എന്ന് ചൊല്ലിക്കൊണ്ട് സ്ലീബ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ വിജയം ആഘോഷിച്ചത് എവിടെയാണ്? കർത്താവിൻ്റെ വിജയം യഥാർത്ഥത്തിൽ ഇറ്റ് വാസ് സെലിബ്രേറ്റഡ് ഓൺ ദ ക്രോസ്. കുരിശിലാ കർത്താവിൻ്റെ വിജയം ആഘോഷിച്ചത്. കുരിശ് അതുകൊണ്ട് കർത്താവിൻ്റെ ആഘോഷത്തിൻ്റെ, വിജയത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും വിജയിക്കണമോ എങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ കുരിശുകളെ എടുക്കുക. പക്ഷേ അവിടെ ഒരു വലിയ രഹസ്യം കൂടെ അന്തർലീനമാണ്. ആ കുരിശ് താങ്ങുവാൻ അവനും നമ്മുടെ കൂടെയുണ്ട്. കാൽവറിയോളം അതല്ല, അങ്ങ് പറുദീസായുടെ അടുക്കൽ വരെ ഈ കുരിശുമായിട്ടാണ് നാം പോകുന്നതെങ്കിൽ അവൻ കൂടെയുണ്ട് അദൃശ്യമായി ഈ ക്രൂശ് താങ്ങുവാൻ. അതാണ് അടക്കാനാകാത്ത അവൻ്റെ സ്നേഹം. തൻ്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം അതാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ, അല്ലെങ്കിൽ ഒരു ശിഷ്യയ്ക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ യോഗ്യത സ്വയം ത്യജിച്ച് എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടിരിക്കുന്ന സകലതും ദൈവത്തിൻ്റെ ദാനമെന്ന തിരിച്ചറിവോടുകൂടി അവൻ തന്നിരിക്കുന്ന കുരിശിനെ സന്തോഷത്തോടെ, അത് രോഗമാകട്ടെ, മരണമാകട്ടെ, ദുഃഖമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, നിന്ദയാകട്ടെ, പരിഹാസമാകട്ടെ, ആ കുരിശിനെ തോളിലേറ്റണം. ആ കുരിശിനെ തോളിലേറ്റുമ്പോൾ തകർന്നു പോകാതിരിക്കുവാൻ അവൻ്റെ ഇരുകരങ്ങളും നാം കാണാതെ അതിൻ്റെ ചുവട്ടിലുണ്ട്. ആ കുരിശ് വഹിച്ചു പോകുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് പരിശുദ്ധ ഗീവർഗീസ് സഭയുടെ അനുഭവം നോക്കുക. അദ്ദേഹം ചെയ്തത് ഇത് തന്നെയാണ്.
എനിക്ക് തോന്നുന്നു 3-4 വർഷം ആകെ ഗീവർഗീസ് സഹദ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്നത്. 10, 22, 23 വയസ്സുള്ളപ്പോൾ അദ്ദേഹം സഹദാ മരണം പ്രാപിക്കുകയുണ്ടായി. ഏതാണ്ട് 18-ാമത്തെ 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായത്. ഒന്ന് നോക്കിക്കേ, എന്തോ ഒരു സുന്ദരനല്ലേ, കാണാൻ എന്തൊരു യോഗ്യന്. ഗീവർഗീസ് സഹദയേക്കാൾ സുന്ദരനാണ് ആ വെള്ളക്കുതിര. എന്ത് രസം അതിനെയൊക്കെ ഒന്ന് കാണാൻ. അതിൽ ചോട്ടിക്കിടക്കുന്ന സർപ്പവും മോശമൊന്നുമില്ല, അതിനുമുണ്ട് സൗന്ദര്യം. ഗീവർഗീസ് സഹദ നമ്മുടെ വിശ്വസിക്കുന്ന നമ്മുടെ ചരിത്രമോ ഐതിഹ്യമോ ഇതാണ്. ഗീവർഗീസ് സഹദ റോമാ സാമ്രാജ്യത്തിലെ പടയാളിയായിരുന്നു, ചക്രവർത്തിക്ക് പ്രിയങ്കരനായിരുന്നു. അദ്ദേഹം യാത്ര ചെയ്ത വഴിക്ക് ഒരു കൊച്ചു പെൺകുട്ടി അവിടെ നിന്ന് കരയുന്നു. കൗമാരം അങ്ങോട്ട് കഴിയുന്നതേ ഉള്ളൂ. ആ കരച്ചിൽ കണ്ട അദ്ദേഹം ചോദിച്ചു, എന്താ പ്രശ്നം? അവള് പറഞ്ഞു, ഇവിടെ ഒരു പറക്കുന്ന സർപ്പമുണ്ട്. ഗീവർഗീസ് സഹദ ചോദിച്ചു കാണും, അതിനെത്ര ചിറകുണ്ട്? അവള് പറഞ്ഞു, 2 എണ്ണം കണ്ടേക്കാം. പക്ഷെ ഇന്ന് ഗീവർഗീസ് സഹദ ഇങ്ങോട്ട് വന്നാൽ ചോദിച്ചാൽ ഇവിടുത്തെ കന്യകമാര് പറയും, ഇവിടെ പറക്കുന്ന സർപ്പങ്ങൾ 1 അല്ല 1000 ഉണ്ട്. ഓരോ സർപ്പത്തിനും ഉണ്ട് 9 അല്ല 9000 ചിറകുകൾ വെച്ച്. ആ ചിറകുകളുള്ള സർപ്പങ്ങൾക്കും ഇന്ന് വേണ്ടത് എന്താണ്? ശരീരം. കന്യകമാരുടെ ശരീരം അത് പിച്ചി ചീന്തുന്ന അധമമായ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മനുഷ്യത്വം നശിച്ച സമൂഹം. അതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് ഇന്ന് അടുത്ത കാലത്ത് കാണുന്ന ഇത്തരത്തിലുള്ള ക്രൂരതകൾ. അതുകൊണ്ട് ആ കാലഘട്ടത്തേക്കാൾ ഗുരുതരാവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടം. ഒരു സർപ്പമേ അന്നുണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്നൊരായിരം സർപ്പങ്ങളുണ്ട്. ഞാൻ പലയിടത്തും ചോദിക്കുന്നൊരു ചോദ്യം ഇവിടുത്തെ കുഞ്ഞുങ്ങളോടായിട്ടും ചോദിക്കുക, മക്കളെ, നിങ്ങളാരും പിശാചിനെ കണ്ടിട്ടില്ലല്ലോ? ഉണ്ടോ? കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. പക്ഷേ പിശാചിനെ അതെങ്ങനെ ഇരിക്കുമെന്നറിയാമോ? കണ്ടിട്ടില്ലേലും എനിക്കറിയാം പിശാച് എങ്ങനെയാണെന്നുള്ളത്. മോളെ, എങ്ങനെയാ പിശാചിൻ്റെ രൂപം? നിന്റെ സങ്കല്പത്തിൽ എന്താ? ഒരു 5-6 കൊമ്പ് അല്ലേ, കോറത്തിരുണ്ടിരിക്കുന്ന, പല്ലൊക്കെ മുമ്പോട്ട് ഇങ്ങനെ തെള്ളി, കണ്ടാൽ പേടി തോന്നുന്ന ഒരു സാധനം, അതല്ലേ പിശാച്? തെറ്റിപ്പോയി. പിശാച് നിങ്ങളെക്കാൾ സുന്ദരിമാരാ കേട്ടോ. പിശാചിനോളം സൗന്ദര്യമുള്ളൊരു ജീവി ഈ ലോകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, പിശാച് ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ അടുത്ത് കൂടുമോ? കൂടുകയില്ല. ഇതെൻ്റെ വാക്കുകളല്ല, അഭിവന്ദ്യനായ ഭാഗ്യവാനായ കോട്ടയം ഇടവകയുടെ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ വാക്കുകളാണ്. അദ്ദേഹം ഒരിക്കൽ സെമിനാരിയിൽ വെച്ച് ഞങ്ങളോട് ചോദിച്ചു, പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, പിശാച് ഭയങ്കര സുന്ദരനാണ്. അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. സത്യമാണ്. പിശാച് മനുഷ്യന് കണ്ടാൽ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ വരുമോ? ഇല്ല. നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചോണം പെൺകുട്ടികൾ. ഈ പിശാചിന് ഇന്ന് പുതിയ രൂപമൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് മൊബൈൽ ഫോൺ. വളരെ നല്ലതാണ്. പോക്കറ്റിലൂടെ നടക്കാം. പലരുടെയും നെഞ്ചത്ത് അല്ലേ, ചിലരുടെ വാനിറ്റി ബാഗിൽ, ആമ്പിള്ളേരുടെ പോക്കറ്റിനകത്ത് എന്ന് വേണ്ട. ഈ പിശാചില്ലാത്ത രംഗമൊന്നുമില്ല. പക്ഷേ ഈ പിശാചിനെ കൂടാതെ അവരോട് ജീവിക്കാനും ഒക്കെയില്ല. പക്ഷേ സൂക്ഷിച്ചോണം മക്കളെ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം നിർമ്മലമായ സ്ഫടികങ്ങളാണ്. നിർമ്മല സ്ഫടികങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഈ ടീനേജ് അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കടന്നിരിക്കുന്നവരുടെ ജീവിതങ്ങൾ. അതെന്ത് മനോഹരമാണെന്നറിയാമോ? അതെന്ത് തിളക്കമുണ്ടെന്നുള്ളതാണെന്നറിയാമോ? പക്ഷേ താഴോട്ട് വീണാൽ സെക്കൻഡുകൾ കൊണ്ട് ഉടഞ്ഞ് ചിതറി ഒന്നിനും കൊള്ളാത്തതായിത്തീരും. അതുകൊണ്ട് പിശാചിൻ്റെ സ്വരം അല്ലെങ്കിൽ പിശാചിൻ്റെ ഭാഷ വളരെ ഷോർട്ടാണ്. എന്താ അതിൻ്റെ പേര്? പറ, നിങ്ങൾക്കറിയാം. SMS. എന്തെല്ലാം അതിനകത്ത് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അവരെല്ലാം തലയാട്ടി. ഞാൻ പറയുന്നില്ല, ഇവിടെ നിന്ന് പറയാൻ കൊള്ളുകയില്ല, എനിക്കാരുടെയും വരാറില്ല. പക്ഷേ വന്നിട്ടുള്ള പിള്ളേരുടെ സങ്കടങ്ങളും വേദനകളും ധാരാളം കേട്ടിട്ടുണ്ട്. മനുഷ്യനെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന പറക്കുന്ന വ്യാളിയേക്കാൾ ജീവന് ഭീഷണിയായിരിക്കുന്ന ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികൾ ഇന്ന് വളരെ കൂടുതലാണ്. അവിടെയാണ് ഗീവർഗീസ് സഹദയുടെ ശ്രേഷ്ഠത. സ്വന്തം ജീവനെ ത്യജിച്ചുകൊണ്ട്. കാരണം എന്താണ്? തൻ്റെ ജീവൻ സർവശക്തൻ്റേത്, ഈ പെൺകുട്ടി സർവശക്തൻ്റേത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അരുമനാഥൻ എന്തിനാ ഇവിടെ വന്നത്? ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും. എങ്ങനെയുള്ള ജീവൻ? സമൃദ്ധമായ ജീവൻ, അബണ്ടന്റ് ലൈഫ്. അതാണ്
സാധാരണ ജീവനല്ല, സമൃദ്ധിയായ ജീവൻ. ചില പെൺപിള്ളേരുടെ തലയിൽ മുടി കുറച്ചേ കാണത്തുള്ളൂ, ചിലരുടെ ആണെങ്കിൽ നല്ല സമൃദ്ധമായി അല്ലേ ഇടതൂർന്നു നിൽക്കും. സമൃദ്ധമായ ജീവൻ അത് നൽകാനാ കർത്താവ് വന്നത്. അതുകൊണ്ട് ജീവന്, സമൃദ്ധിയായ ജീവന് ഭീഷണിയായിരിക്കുന്ന പൈശാചിക ശക്തികൾ ഇന്നുമുണ്ട് ഈ സമൂഹത്തിൽ. അതിനെതിരെ ജാഗരൂകരാകുവാൻ, ജാഗ്രതയോടെ നിലകൊള്ളുവാൻ സാധിക്കണം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത കഠോപനിഷത്തിലെ ഒരു സൂക്തമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു. ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടെ ഉണരുക, എഴുന്നേൽക്കുക. അത് വേണം ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ മൂല്യവ്യവസ്ഥിതിയോട് ചേർന്ന് നിൽക്കാതെ, അതിനോട് സമരപ്പെട്ടുകൊണ്ട് കഴിയാതെ, മറിച്ച് അതിൽ നിന്ന് ഉയരുവാനായിട്ട് കഴിയണം. അതിൽ നിന്ന് ഉയരുവാൻ സാധിക്കണം. ഏറ്റവും കൂടുതൽ സന്തോഷത്തേക്കാൾ കൂടുതൽ എൻ്റെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഭാഗ്യവാൻ. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ തന്നെയല്ല, അവനോടുകൂടെ കഷ്ടം സഹിക്കുവാനും വരം കിട്ടിയിരിക്കുന്നു. വീണ്ടും ഓർക്കുക, എൻ്റെ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ പൊതുവിനുള്ളത് കോമൺവെൽത്ത്, സംഘം, കമ്മ്യൂണിറ്റി, അതിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ സ്വയകേന്ദ്രീകൃതമായ ജീവിത ശൈലികളിൽ നിന്നും, അധ്വാനങ്ങളിൽ നിന്നും, അതായത് എനിക്ക് എന്നുള്ള ധാരണയിൽ നിന്ന് ഞങ്ങൾക്കെന്നോ അവർക്കെന്നോ ഉള്ള ധാരണയിലേക്ക് നമ്മുടെ ചുവടുകൾ മാറ്റിവെക്കാതെ സ്വയം ത്യജിക്കാനായിട്ട് കഴിയുകയില്ല. വാത്സല്യമുള്ളവരെ, ക്രിസ്തുവേശു ഈ കാലഘട്ടത്തിൽ പ്രായോഗികമാണ്, തർക്കമില്ല കാര്യത്തിൽ. അപ്രായോഗികമായ ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. ലോകത്ത് ജീവിച്ചിട്ടുള്ള എല്ലാ അതിശ്രേഷ്ഠരായ വ്യക്തികളെ പരിശോധിച്ചാലും യേശു ക്രിസ്തുവിനോളം പ്രായോഗികതയുണ്ടായിരുന്ന ഒരാൾ വേറെ ഇല്ല. അതുകൊണ്ടാണ് അടിയും തൊഴിയും തുപ്പും ഒക്കെ അദ്ദേഹം ഏറ്റത്. തടയാൻ കഴിയാഞ്ഞിട്ടല്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഐഹികനായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ പടയാളികൾ വരുമായിരുന്നു, പക്ഷെ വന്നില്ല അതിനൊന്നും. അതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ സഹനം എന്ന വലിയ മൂല്യത്തിൻ്റെ, അതാണ് ത്യജിക്കുന്നതിന് വേണ്ട ഏറ്റവും വലിയ ഘടകം. സഹനം. സഹിക്കുവാനായിട്ട് നമ്മൾ ആരും ഒരുക്കുമല്ല. വിമർശനം കേട്ടാൽ പൊട്ടിത്തെറിക്കുന്നവരാണ്. എനിക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നവരാണ്. ഭക്ഷണം വേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നവരാണ് അച്ഛനും മെത്രാനും മുകളിലുള്ളവരും ഒക്കെ. സഹനം കുറയുന്നു, സഹനം വളരെ കുറയുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് വളരെ ലാളിത്യമുള്ള ക്രൈസ്തവരായിട്ട് മടങ്ങാം. അതാ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്രിസ്തീയതയ്ക്ക് നഷ്ടമായത് ഇതുതന്നെയാണ്. ലാളിത്യത്തോടുകൂടിയ ശൈലികളും സമീപനങ്ങളും. നിങ്ങളുടെ ദേവാലയങ്ങൾ പണിതുയർത്തുക, മണിമന്ദിരങ്ങൾ പോലെയോ കൊട്ടാരങ്ങൾ പോലെയോ ആകട്ടെ. കാരണം ദൈവനാമ മഹത്വത്തിനാണെന്ന് വിശ്വസിക്കാം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ആരാധിക്കാൻ വരുന്ന നമ്മുടെ അന്തരംഗം, ആ അന്തരംഗം തീർച്ചയായിട്ടും ലാളിത്യത്തിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാവണം. അത് സമീപനങ്ങളിലൂടെ ഉണ്ടാവേണ്ടതാണ്. സമയം കൂടിയതുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പെരുന്നാൾ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹകരമാക്കുവാൻ ഇനിയുള്ള ശുശ്രൂഷകളും അങ്ങനെ തന്നെയായി തീരട്ടെ. വിശുദ്ധനായ ഗീവർഗീസ് സഹദാ, അദ്ദേഹം തൻ്റെ ജീവനെ സർവശക്തൻ്റേതെന്ന് കണ്ടവനാണ്. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ശക്തികൾക്കെതിരെ പോരാടിയവനാണ്. തൻ്റെ ജീവനേക്കാൾ വലുതാണ് ഒരു സമൂഹത്തിൻ്റെ ജീവൻ എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം സംഘത്തിന് ഊന്നൽ നൽകിയവനാണ്. തനിക്കുണ്ടാകുന്ന വലിയ സന്തോഷത്തേക്കാൾ, കൊട്ടാരത്തിലെ വലിയ സന്തോഷങ്ങളെക്കാൾ തനിക്ക് നല്ലത് സഫറിങ് ആണെന്ന് കരുതിയ മൂല്യവ്യവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിൻ്റെ എല്ലാം ഘടകവിരുദ്ധം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗീവർഗീസ് സഹദാ ലാളിത്യവും നിർമ്മലതയും ഉള്ള ഒരു ജീവിത ശൈലിയും, എനിക്കുള്ള സകലതും ദൈവത്തിൻ്റെ ദാനമാണെന്ന തിരിച്ചറിവ് ഇത് തന്നിട്ടേ എന്നെ അങ്ങയുടെ ഈ വിശുദ്ധ ഓർമ്മയിൽ നിന്ന് പറഞ്ഞയക്കാവൂ എന്ന പ്രാർത്ഥന. സർവശക്തൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.